നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് എന്നാണ് BJP സംസ്ഥാന നേതൃത്വം PC ജോർജിനും മകൻ ഷോൺ ജോർജിനും നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം തൻ്റെ പത്രസമ്മേളനത്തിൽ PC ജോർജിനെ അറഞ്ചം പുറഞ്ചം പ്രഹരിക്കുകയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. PC ജോർജ് BJPയിലേക്ക് വന്നപ്പോൾ ജോർജിൻ്റെ മകനല്ലാതെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്നും ഈഴവരെ തെണ്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ചയാളാണ് PC ജോർജ് എന്നും ഇപ്പോൾ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് BJPയിൽ തനിക്ക് ഒരു ഇടം കിട്ടാൻ വേണ്ടിയാണെന്നും നേരത്തെ ഈ PC ജോർജ് തന്നെ മുസ്ലിം സംഘടനകളുടെ യോഗത്തിലെ പ്രധാന പ്രാസംഗികനും അവരുടെ അടുത്ത ആളൊക്കെയുമായിരുന്നുവെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ തൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനകൾക്കെതിരെ PC ജോർജ് രംഗത്ത് വരുമെന്നുള്ള സൂചനകൾ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും വെള്ളാപ്പള്ളിക്കെതിരെ ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്നാണ് BJP സംസ്ഥാന നേതൃത്വം PC ജോർജിനും ഷോൺ ജോർജിനും കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷം BJPയിൽ ചില സമൂലമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി വളരെയേറെ ആത്മബന്ധവും വ്യക്തിബന്ധവും പുലർത്തുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ ക്ഷോഭിക്കുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ദേഷ്യം തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്താപം തോന്നുന്ന ഒരു കാര്യവും ഒരു BJP നേതാവും ചെയ്യുകയോ പറയുകയോ ചെയ്യരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ നിശബ്ദത പാലിക്കുന്നത്. PC ജോർജിനെതിരെ വെള്ളാപ്പള്ളിയുടെ തുറന്നടിക്കൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ തന്നെ BJPയിൽ ഉണ്ടാക്കിയിരുന്നു. BJPയിലെ ക്രൈസ്തവ മുഖവുമായി കയറി വന്ന PC ജോർജിനും മകൻ ഷോൺ ജോർജിനും കാര്യങ്ങൾ BJPയിൽ അത്ര എളുപ്പമല്ലെന്നും BJPയിൽ ശക്തമായ സ്വാധീനമുള്ള ഈഴവ സമുദായത്തിന് PC ജോർജിനോട് അശേഷം താല്പര്യമില്ലെന്നും സൂചിപ്പിക്കാനാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ PC ജോർജിനെതിരെ തിരിഞ്ഞത്. അതേതായാലും BJP സംസ്ഥാന നേതൃത്വത്തിന് നന്നായി മനസ്സിലാവുകയും ചെയ്തു. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാൻ കച്ചമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല, ക്രൈസ്തവ സഭകൾക്കും ഷോൺ ജോർജിനെ BJPയിൽ പ്രതിഷ്ഠിക്കാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ കൊടുങ്കാറ്റ് പോലെ PC ജോർജിനെതിരെ ആഞ്ഞടിച്ചത്. അതോടെ BJP ആകെ അങ്കലാപ്പിലായി. PC ജോർജ് വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നാൽ അത് വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി BJPക്കുള്ളിൽ ഉണ്ടാകുമെന്നും അതിനെ നേരിടാൻ BJPക്ക് കഴിയില്ലെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ബാങ്കുകൾ ചിതറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്നും പേടിച്ച BJP നേതൃത്വം PC ജോർജിനോട് വായടച്ചിരിക്കണമെന്നും വെള്ളാപ്പള്ളിക്കെതിരെ ഒരക്ഷരം പോലും പറഞ്ഞു പോകരുതെന്നും കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ജഗതിയുടെ മകൾ പാർവതിയെ വിവാഹം കഴിച്ച് അൽഫോൺസിയായി മതം മാറ്റിയ കാര്യം വരെ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. PC ജോർജിനോടുള്ള തൻ്റെ എതിർപ്പ് ഒരിക്കലും താൻ മറച്ചുവെക്കില്ലെന്നും അയാൾ BJPയിലെത്തി ഇനി എന്ത് നേതാവായാലും ശരിയാണ്, തൻ്റെ സമുദായത്തെ തെണ്ടി എന്ന് വിളിച്ചാളെ ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയില്ലെന്നുമുള്ള കൃത്യമായ വ്യക്തമായ സന്ദേശമാണ് BJP നേതൃത്വത്തിന് ഇന്നലെ വെള്ളാപ്പള്ളി നൽകിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പിണക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായ കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. ഈഴവ സമുദായം വീണ്ടും CPMയിലേക്ക് ചായുന്നു. വെള്ളാപ്പള്ളി നടേശനെയും ശിവഗിരി മഠത്തെയും കക്ഷത്തിലാക്കാൻ പിണറായി വിജയൻ പഠിച്ച പണി 18 പയറ്റുന്നു. ആ സമയത്ത് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടാകുന്ന ഒരു അനിഷ്ടം BJPയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും PC ജോർജും മകനും വെള്ളാപ്പള്ളിക്കെതിരെ മിണ്ടിപ്പോകരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖറും BJP നേതൃത്വവും PC ജോർജിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം.